നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ.പി. മോഹനൻ എം.എൽ.എക്ക് നേരെ പ്രതിഷേധം. കയ്യേറ്റത്തിൽ കേസെടുത്ത് ചൊക്ലി പോലീസ്. കണ്ടാലറിയാവുന്ന 10 പേരടക്കം 25 പേർക്കെതിരെയാണ് കേസ്. തലശ്ശേരി നഗരസഭാ പരിധിയിലെ 81 അംഗൻവാടികളിലേക്ക് സൗണ്ട് സിസ്റ്റം വാങ്ങിയത് ബന്ധപ്പെട്ട സംവിധാനത്തിന്റെ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചാണെന്ന് നഗരസഭാ ഭരണപക്ഷാംഗങ്ങൾ. ഇത് സംബന്ധിച്ച് ബി.ജെ.പി. ഉന്നയിക്കുന്ന അഴിമതി ആരോപണം തീർത്തും അടിസ്ഥാനരഹിതവും തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ രാഷ്ട്രീയ പ്രേരിത ആക്ഷേപമാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ.എം. ജമുന റാണി ടീച്ചർ. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. തലശ്ശേരി ഇല്ലിക്കുന്നിലെ ഗുണ്ടട്ട് മ്യൂസിയത്തിൽ ആ അക്ഷരങ്ങളുടെ ഉത്സവം സംഘടിപ്പിച്ചു. ബീഹാറിൽ നിന്നും കേരളത്തിലെത്തിയ മാനസിക വെല്ലുവിളി നേരിടുന്ന 19-കാരനെ തേടി ഒടുവിൽ വീട്ടുകാരെത്തി. ബീഹാർ പാട്നക്കടുത്ത കർണിയ ജില്ലയിലെ കർഷകനായ അബ്ദുൾ ഗഫാറിന്റെ മകൻ ബർക്കത്ത് ആലത്തിയാണ് വീട്ടുകാരെത്തി തിരികെ കൊണ്ടുപോയത്. വാർത്തകൾ വിശദമായി. കെ.പി. മോഹനൻ എം.എൽ.എക്ക് നേരെ പ്രതിഷേധം. കയ്യേറ്റം. കരിയാട് വെച്ചാണ് സമരസമിതി പ്രവർത്തകർ എം.എൽ.എയെ കയ്യേറ്റം ചെയ്തത്. മാലിന്യ പ്രശ്നത്തെ ചൊല്ലിയുള്ള പ്രതിഷേധത്തിനിടെയാണ് അക്രമം നടന്നത്. പ്രകോപിതരായ പ്രതിഷേധക്കാർ എം.എൽ.എയെ പിടിച്ചു തള്ളുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. കരിയാട് അഭയ ഡയാലിസിസ് സെന്ററിൽ നിന്നും പുറത്തേക്ക് വിടുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധിച്ച സമരസമിതി പ്രവർത്തകരാണ് എം.എൽ.എയെ കയ്യേറ്റം ചെയ്തത്. പ്രതിഷേധക്കാർക്കിടയിലൂടെ എം.എൽ.എ നടന്നുപോയപ്പോഴായിരുന്നു കയ്യേറ്റം. അംഗൻവാടി ഉദ്ഘാടനത്തിനായാണ് കെ.പി. മോഹനൻ എം.എൽ.എ എത്തിയത്. മാസങ്ങളായി ഈ പ്രദേശത്ത് ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുക്കുന്നു എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പ്രദേശവാസികൾ പ്രതിഷേധം നടത്തി വരികയായിരുന്നു. ഇത്തരമൊരു പ്രശ്നം നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് സമരക്കാർ പറയുന്നത്. അഭയ ഡയാലിസിസ് സെന്ററിന്റെ മലിനജലം ഈ തുടങ്ങുന്ന അംഗൻവാടി പരിസരത്താണ് അവർ പൈപ്പിട്ടിട്ട് ഉപേക്ഷിച്ചത്. അത് എല്ലാവർക്കും അറിഞ്ഞ കാര്യം തന്നെ. ചെയർമാൻ പി കെ രാജനെ ഞങ്ങൾ കാണിച്ച്, ഹെൽത്ത് ഇൻസ്പെക്ടറെ കാണിച്ച്, എല്ലാവർക്കും ഇത് അറിഞ്ഞ കാര്യം. എന്നതിന് ശേഷം ആ മലിനജലം പോകുന്ന പൈപ്പ് അവർ കട്ട് ചെയ്ത് അതിന് ദൃക്സാക്ഷി ഇപ്പവും കൂടി അത് അവിടെ തന്നെയുണ്ട്. അടിയിൽ കൂടി നല്ല വെള്ളം എടുക്കുന്നതിന്റെ അതേ റൂട്ടിൽ കൂടി വേറൊരു മലിനജലം പോകുന്ന പൈപ്പ് ഇട്ടിട്ട് ആണ് ഇവർ ഇവിടെ ഒഴുക്കിയത്. അങ്ങനത്തെ സ്ഥലത്താണ് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ സ്കൂളിലേക്ക് അവർ അനയിച്ച് കൊണ്ടുവരുന്നത്. അത് നാട്ടുകാരായ ഞങ്ങൾ, പരിസരവാസികൾ ഞങ്ങൾക്ക് അറിഞ്ഞ കാര്യം. ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരാകൂല. ആയതുകൊണ്ട് ഈ സ്ഥാപനം ഇവിടെ ഇപ്പം ഇന്ന് തുടങ്ങുന്നതെന്ന് പറയുന്നത് അത് തുടങ്ങുവാൻ ഞാനും കുട്ടികൾ, ഒരു കുട്ടി പോലും ഇവിടെ വന്ന് അങ്കണവാടി പ്രാരംഭ വിദ്യാഭ്യാസം ചെയ്യൂല. അങ്ങനെയാണുള്ളത്. കാരണം ഞങ്ങൾക്ക് അറിഞ്ഞൊരു കാര്യം, ഞങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളെ ആത്മാവിന് പോലും കേടുവരുത്തുന്ന സംഗതിയാണിത്. ആ ഒരു സംഗതിക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. ആര് കൂട്ടുനിന്നാലും, ഏത് രാഷ്ട്രീയക്കാർ കൂട്ടുനിന്നാലും, കൗൺസിലർമാർ കൂട്ടുനിന്നാലും ഞങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്യൂല. കാരണം ജനപ്രതിനിധികളാണ്, അല്ലാണ്ട് ഡയറക്റ്റ് ഗവൺമെന്റ് അംഗീകരിച്ച ആൾക്കാരല്ല. 4 മാസം ഇന്ന് ഒരുത്തം വരും, നാളെ വേറൊരുത്തം പോകും. ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വരുന്നവർ കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് നാടോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ആ ദ്രോഹത്തിന് കൂട്ടുനിൽക്കാൻ ഞങ്ങൾ, നാട്ടുകാരായ ഞങ്ങൾ ഇതിന് സമ്മതിക്കൂല. പ്രതിഷേധക്കാരുടെ പെരുമാറ്റം അതിരുവിട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന് കെ.പി. മോഹനൻ എം.എൽ.എ. ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും എം.എൽ.എ. പറഞ്ഞു. കൈപിടിച്ചു വെക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കൈപിടിച്ചു വെക്കും, ഞാൻ കൈ തട്ടി മാറ്റി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞു. ഞാൻ മുന്നോട്ട് വെച്ച കാല പിന്നോട്ടടിക്കുമല്ല, നിങ്ങൾക്കറിയാമല്ലോ, എന്നെ അറിയാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കുറേ ആളുകളെ തള്ളി മാറ്റി ഞാൻ മുന്നോട്ട് പോയി. അതിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ സ്ത്രീകളും എനിക്കെതിരെ എന്തോ ചെയ്യാനൊക്കെ വരുന്നുണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നം ഒന്നും ഉണ്ടാവണ്ട എന്ന് കരുതി ഞാൻ വേഗം മുന്നോട്ട് നീങ്ങി നേരെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഇരുന്നു കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചു. ചെയർമാനുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും ശരിയായില്ല. ആരായാലും നമുക്ക് ഇരുന്ന് സംസാരിക്കാമല്ലോ, എപ്പോഴും വേണമെങ്കിലും. ചെയർമാനോട് സംസാരിച്ചു. എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇപ്പോഴൊന്നുമില്ല, കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ വന്ന് പരിപാടി കഴിഞ്ഞപ്പോൾ അവസാനമായി ചെയർമാനോട് ഞാൻ പറഞ്ഞു, നമുക്കിതൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞത് ഒരു ദിവസം അവരെയും ഇതിന്റെ 4-5 പേരെ ഇതിൽപ്പെട്ടവരെയും അതോടൊപ്പം തണലിൻ്റെവരെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ആ പ്രദേശത്തുള്ള രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തെയും വിളിച്ച് നമുക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് 5-ാം തീയതി രാവിലെ 9 മണിക്ക് അത് തീരുമാനിച്ചിട്ടുള്ളത്. ചെയർമാൻ തന്നെ എല്ലാവരോടത്തും പറയുന്നതാണ്. അങ്ങനെ 5-ാം തീയതി മീറ്റിംഗിൽ വെച്ച് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് തന്നെയായാലും അതിന്റെ ഒരു രീതി ശരിയായില്ല എന്നതാണ് അവരെ സമരവും കാര്യവുമായിട്ടൊക്കെ തന്നെ. അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ് എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. ഞാൻ അതിന്റെ തണലിന്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ ഇതിരേഷനോട് ഇക്കാര്യം പറഞ്ഞു. അദ്ദേഹവും ഇടപെടുന്നുണ്ട്. പറഞ്ഞത് ഇപ്പോഴാണ്, വളരെ മുമ്പൊന്നും എൻ്റെ അടുത്ത് വിവരം വന്നിട്ടില്ല. സാധാരണഗതിയിൽ പത്രങ്ങളിലൊക്കെ തന്നെ കാണുന്നുണ്ട്, ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. പരാതിയെക്കുറിച്ച് പറയുകയാണ്. പരാതി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ജനപ്രതിനിധിയെ തടഞ്ഞാൽ അത് സോമോട്ടോ അവർ കേസെടുക്കും. അത് ASP തന്നെ പറഞ്ഞിട്ടുണ്ട്. ASP ഇവിടെ വന്നിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ വന്നിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നേരത്തെ പോലീസിനെ ഇവിടെ വെക്കുമായിരുന്നു എന്ന് പറഞ്ഞു. നഗരസഭാ പരിധിയിലെ 81 അംഗൻവാടികളിലേക്ക് സൗണ്ട് സിസ്റ്റം വാങ്ങിയത് ബന്ധപ്പെട്ട സംവിധാനത്തിന്റെ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചാണെന്ന് നഗരസഭാ ഭരണപക്ഷാംഗങ്ങൾ. ഇത് സംബന്ധിച്ച് BJP ഉന്നയിക്കുന്ന അഴിമതി ആരോപണം തീർത്തും അടിസ്ഥാനരഹിതവും തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴുള്ള രാഷ്ട്രീയ പ്രേരിത ആക്ഷേപമാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ KM ജമുനാറാണി ടീച്ചറും വൈസ് ചെയർമാൻ MV ജയരാജനും വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ഈ ജമ്മിൽ നമ്മൾ ഈ കാര്യങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ ഏകദേശം 6ഓളം കമ്പനികൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ജെം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഓർഡർ നമ്മുടെ കയ്യിലുണ്ട്. 2018 ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഓർഡർ തന്നെയാണ്. 50,000-ന് മുകളിലുള്ള എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ ജമ്മിൽ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്നുള്ള ഒരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെയുണ്ട്. അത്തരത്തിൽ തീരുമാനം ഉണ്ടാവുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള യാതൊരു നടപടിക്രമങ്ങളും നഗരസഭക്ക് എടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പൊ അങ്ങനെ 6 പേര് ആ പോർട്ടലിൽ അവരുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തപ്പോൾ 3 പേരെ ജമ്മു തന്നെ ഒഴിവാക്കി. പിന്നെ വരുന്ന 3 പേരിൽ ഏറ്റവും ലോവസ്റ്റ് കോട്ട് ചെയ്തിട്ടുള്ള RJ എന്റർപ്രൈസ്, ഇവിടെ ഉള്ള കമ്പനിയല്ല, അവരാണ് അത് കോട്ട് ചെയ്തിട്ടുള്ളത്. അവര് ഒരു സെറ്റിന് ഏകദേശം, അതായത് 23,73,300 അവർ കോട്ട് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ആൾ 23,91,525. മറ്റേ സൺബീം എന്ന് പറയുന്ന മറ്റൊരു കമ്പനി 24,13,000. അപ്പൊ ഈ 3 ആളുകളെ പോർട്ടൽ ഒഴിവാക്കാത്ത 3 ആളുകളിൽ 23,73,300 എന്ന RJ എന്റർപ്രൈസ് എന്ന് നമ്മൾ കോട്ട് ചെയ്യുകയും അവരെ സാധനം വിതരണം ചെയ്യുകയും ചെയ്തു. ഇതാണ് നഗരസഭക്കകത്ത് നടത്തുന്നത്. അഴിമതി ആരോപണമാണ് ഇപ്പൊ പറയുന്നത്. ഇതില് അവര് നേരിട്ട് കമ്പനീന്റെ ആളുകൾ പങ്കെടുക്കുകയും അതുപോലെ തന്നെ അതിന് നല്ല നിലയിലുള്ള ഒരു വാറണ്ടി അവർ തന്നിട്ടുണ്ട്. അതായത് 5 വർഷത്തെ വാറണ്ടി, 5 വർഷത്തെ ഗ്യാരണ്ടി. മറ്റൊന്ന്, ഈ 81 പ്രൊഡക്റ്റുകളും ഈ അംഗനവാടികളിൽ കൊടുക്കുമ്പോൾ ഏകദേശം 4ഓളം ഇവരെ കമ്പനി ഉദ്യോഗസ്ഥന്മാര് അതിന്റെ പരിശോധനയ്ക്ക് വേണ്ടിയും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും അംഗനവാടി അധ്യാപകരെ അറിയിക്കുന്നതിന് വേണ്ടി ഈ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 23-ന് ചേർന്ന നഗരസഭാ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൽ ചെയറിന്റെ വിശദീകരണം കേൾക്കാൻ പോലും തയ്യാറാവാതെ നടത്തിയ ഇറങ്ങിപ്പോക്കും പ്രതിഷേധവും രാഷ്ട്രീയ പ്രേരിതമാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. ICDSന്റെ നിർവാഹക സമിതി ഉദ്യോഗസ്ഥരാണ് എല്ലാറ്റിനും മേൽനോട്ടം വഹിച്ചത്. എന്നാൽ നഗരഭരണാധികാരികളെ വ്യക്തിഹത്യ നടത്തുന്ന നിലയിലേക്കാണ് BJPയുടെ ആരോപണം വഴിമാറുന്നതെന്നും ഭരണകക്ഷി അംഗങ്ങൾ പറഞ്ഞു. വളരെ സുതാര്യമായ രീതിയിൽ നടത്തിയ ഒരു കൊട്ടേഷനെ സംബന്ധിച്ചാണ് നഗരസഭ 10 ലക്ഷത്തിലധികം രൂപ അഴിമതി ആരോപണം നടത്തി ഇവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പബ്ലിക്കിന്റെ മുമ്പാകെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആരോപണങ്ങളാവാം, പക്ഷേ അതൊരു വ്യക്തിഹത്യയിലേക്കും അതുപോലെ തന്നെ ഒരു ഭരണകൂടത്തിനെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലേക്ക് ആളുകൾ തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അതൊരു രാഷ്ട്രീയ മര്യാദയല്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ സുതാര്യമായ രീതിയിലാണ് നമ്മൾ നഗരസഭയിൽ നടത്തിയിട്ടുള്ളത്. ഇങ്ങനെയേ നമുക്ക് നടത്താനും പറ്റും. മറ്റൊരു വഴി നമ്മുടെ മുന്നിലില്ല. ഇനി ഇതിനേതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ വേണമെങ്കിൽ ജം പോർട്ടലിൽ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു കാര്യങ്ങൾ അവര് വിജിലൻസോ എന്ത് അന്വേഷണം വേണമെങ്കിലും നേരിടുന്നതിൽ നമുക്ക് യാതൊരു നടപടിക്രമങ്ങളും ഇല്ല, അല്ലെങ്കിൽ യാതൊരു
വൈമനസ്യവുമില്ല. അപ്പം വളരെ പകൽ പോലെ സുതാര്യമായ ഒരു കാര്യത്തിനാണ് ഇത്തരത്തിൽ നഗരസഭയെ ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ളത്. രാഷ്ട്രീയ മര്യാദയില്ലാത്ത ഈ നിലപാട് പരിധിവിട്ടാൽ മറ്റ് നിയമ നടപടികൾ ആലോചിക്കേണ്ടി വരുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ആരോപിക്കപ്പെടുന്ന അഴിമതി വിഷയത്തിൽ ഏത് അന്വേഷണവും നേരിടാൻ നഗരസഭ തയ്യാറാണ്. 2016 ലോഞ്ച് ചെയ്ത ജം പോർട്ടൽ നിബന്ധന പ്രകാരം കൊട്ടേഷൻ ക്ഷണിച്ചാണ് ഏറ്റവും കുറവ് നിരക്ക് രേഖപ്പെടുത്തിയ RJ എന്റർപ്രൈസസിന് ഇലക്ട്രോണിക് സാധനങ്ങളുടെ വിതരണ കരാർ അനുവദിച്ചത്. തീർത്തും സുതാര്യമായാണ് നടപടികൾ കൈക്കൊണ്ടത്. 5 വർഷത്തെ വാറന്റിയും 5 വർഷത്തെ ഗ്യാരണ്ടിയും RJ എന്റർപ്രൈസസ് നൽകുന്നുണ്ട്. കൂടാതെ സിസ്റ്റം കേടായാൽ മാറ്റി നൽകാമെന്നും കരാറുണ്ട്. ഇക്കാര്യത്തിൽ UDFന് പോലും തോന്നാത്ത കാര്യം BJP ആരോപിക്കുന്നത് അവർ താൽപര്യപ്പെട്ട കമ്പനിക്ക് കരാർ കിട്ടാത്ത നിരാശയിലാണെന്നും ഇവർ പറഞ്ഞു. ആ ക്ഷണിച്ച കൊട്ടേഷനിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണ് അതാണ് ഭരണപരമായി നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത്. അതാണ് അംഗീകരിച്ചു കൊടുക്കുന്നത്. കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ ലീസ്റ്റായിട്ടുള്ള ആളെ അംഗീകരിക്കുന്നതിന് മുമ്പേ ഇതിലും കുറച്ച് തരുവാൻ ആരെ കൊണ്ടോ എന്ന് ചോദിച്ച് നഗരത്തിൽ അലഞ്ഞു തിരിയില്ല നഗരസഭയുടെ പണിയല്ല. അത് ഇതുമാത്രമല്ല, ഏത് കാര്യത്തെ സംബന്ധിച്ചു ടെൻഡർ നടപടി എടുക്കാനോ അത് അനുശാസിക്കുന്നു അതനുസരിച്ചുള്ള നടപടിക്രമമല്ലാതെ ഇനി അതിലും കുറച്ച് വല്ലൊരു സന്നദ്ധത ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ നഗരസഭക്കാവില്ല. അതുകൊണ്ട് തന്നെയാണ് രേഖാപ്രകാരം നിയമപ്രകാരം നമുക്ക് കിട്ടിയ ഏറ്റവും കുറഞ്ഞ ടെൻഡർ അംഗീകരിച്ചു കൊടുത്തത്. ഇനി ഏത് സംവിധാനവും അവർക്ക് ഉപയോഗിക്കാം. അതിലൊന്നും ഒട്ടും ഞങ്ങൾക്ക് വേവലാതിയില്ല. അതിൽ അവർക്ക് സമീപിക്കാം. വിജിലൻസോ എൻക്വയറിയോ ജുഡീഷ്യറിയോ എവിടെ വെച്ചാൽ അവർ പോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി N സുരേഷ് കുമാർ, C സോമൻ, TC അബ്ദുൽ ഗിലാബ്, N രേഷ്മ, TK സാഹിറ, ഷബാന ഷാനവാസ്, COT ഷബീർ, അഡ്വക്കേറ്റ് KM ശ്രീശൻ, ബംഗ്ലാ ഷംസുദ്ദീൻ എന്നിവരും പങ്കെടുത്തു. തലശ്ശേരി ഇല്ലിക്കുന്നിലെ ഗുണ്ടർട്ട് മ്യൂസിയത്തിൽ കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. തലശ്ശേരി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിലിന്റെയും തലശ്ശേരി നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആ അക്ഷരങ്ങളുടെ ഉത്സവം സംഘടിപ്പിച്ചത്. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരി KR മീര കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു. തലശ്ശേരി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിലിന്റെയും തലശ്ശേരി നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ആ അക്ഷരങ്ങളുടെ ഉത്സവം സംഘടിപ്പിച്ചത്. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ഗുണ്ടർട്ട് മ്യൂസിയത്തിൽ എഴുത്തിനിരുത്ത് സംഘടിപ്പിക്കുന്നത് 3ാം തവണയാണെന്നും തുടർച്ചയായി വരും വർഷങ്ങളിലും ഇത് സംഘടിപ്പിക്കുമെന്നും സ്പീക്കർ പറഞ്ഞു. തുഞ്ചൻ പറമ്പിന് സമാനമായി ഈ ഗുണ്ടർട്ട് മ്യൂസിയത്തെ മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിൻ്റെ ഭാഗമായാണ് ഈ പരിപാടിയിൽ നിന്ന് KR മീര ഉൾപ്പെടെ ആളുകൾ പങ്കെടുക്കുന്നത്. ഭാവിയിൽ എഴുത്തിനിരുത്തുന്ന കേന്ദ്രമായി ഈ ഗുണ്ടർട്ട് മ്യൂസിയം മാറുമെന്നാണ് ശുഭാപ്തി വിശ്വാസം. എഴുത്തുകാരി KR മീര കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു. മലയാളികളുടെ എല്ലാ നേട്ടത്തിനും പിറകിൽ അക്ഷരങ്ങളും അറിവുമാണെന്ന് അവർ പറഞ്ഞു. ഞാൻ പലതവണ തലശ്ശേരിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. സത്യത്തിൽ ഇത് വളരെ പ്രത്യാശ ഉണർത്തുന്ന ഒരിടമായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ ആദ്യാക്ഷരം കുറിക്കുക എന്നതും കുഞ്ഞുങ്ങൾ വരുന്നു എന്നുള്ളതും തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം ഇതിന് വളരെ ചരിത്ര പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും മറ്റൊരു തുഞ്ചൻ പറമ്പായി, വടക്കിൻ്റെ തുഞ്ചൻ പറമ്പായി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ മുന്നിൽ കാണുന്നു. വളരെ സന്തോഷം. എല്ലാ ആശംസകളും. 17 കുരുന്നുകളാണ് അമ്മ, ഇന്ത്യ, ഗാന്ധി എന്നീ 3 വാക്കുകൾ എഴുതി ചടങ്ങിൽ ആദ്യാക്ഷരം കുറിച്ചത്.
തുടർന്ന് മാതാപിതാക്കൾക്ക് KR മീരയുമായി സംവദിക്കാനുള്ള മീര വസന്തം പരിപാടിയും നടന്നു. സെഷനിൽ അവർ ആശയങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചു. ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ, നമ്മുടെ വ്യക്തിസ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കാനുള്ള അവസരം, ഇതൊക്കെ തന്നെയാണ് എൻ്റെ നിങ്ങളൊക്കെ ജീവിക്കുന്ന ലോകം കുറച്ചുകൂടെ മുന്നേറി നിറഞ്ഞത്. ആരുടെയും ആധിപത്യം ആർക്കും നേരും ഉണ്ടാവാത്തതാവണം എന്നുള്ള ഒരാഗ്രഹമാണ് ഓരോ പേരും തന്നെ. ഡിഫറെൻറ്റ് പാത്തിലൂടെ പോകുമ്പോൾ ഡിഫറെൻ്റായ പോയിന്റ് എന്നുള്ളൊരു ജോബ് സെലക്ട് ചെയ്യാനെടുത്ത ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അടുത്തൊരു ഡൈവേർജൻറ്റ് മൊമെൻ്റ് ഉണ്ടായിരുന്നു മാമിൻ്റെ ലൈഫിൽ. ജേർണലിസത്തിൽ നിന്നും അതിൻ്റെ കൂടെ തന്നെ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു റിസൾട്ട്. അപ്പോൾ മിക്കവാറും എൻ്റെ അടുത്തിരുന്നോ അല്ലെങ്കിൽ എൻ്റെ പുസ്തകത്തിരുന്നോ എൻ്റെ സൈക്കോളജി ഇതിനകം മനസ്സിലായി കാണും. ഒരു പരിധി പ്രയാസപ്പെടുത്തുന്ന ഒരു സൈക്കോളജിയാണ് ഇത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്ന കവിതയിൽ എഴുത്തിലേക്ക് കടന്നുവന്ന വഴികൾ, ഓരോ കഥാപാത്രങ്ങൾക്കും ജന്മം നൽകിയ സാഹചര്യങ്ങൾ, ഓർമ്മയിൽ മായാതെ നിലനിൽക്കുന്ന അനുഭവങ്ങൾ എന്നിവയാണ് എഴുത്തുകാരി ആസ്വാദകരുമായി പങ്കുവച്ചത്. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ അധ്യക്ഷയായി. സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, DTPC സെക്രട്ടറി PK സൂരജ്, തലശ്ശേരി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിൽ മാനേജർ ജിഷ്ണു ഹരിദാസൻ, ഗുണ്ടർട്ട് ചർച്ച് വികാരി ആൽഡ്രിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മാഹി ജവഹർ നവോദയ വിദ്യാലയ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും ഇൻഡോർ സ്റ്റേഡിയം മോർണിംഗ് ബാച്ച്, സുധാകരൻ മെമ്മോറിയൽ ഫുട്ബോൾ അക്കാദമി എന്നീ കൂട്ടായ്മകളുടെ സംയുക്താഭിമുഖ്യത്തിൽ മാഹിയിലെ ഇൻഡോർ സ്റ്റേഡിയവും പരിസരവും ശ്രമദാനമായി ശുചീകരിച്ചു. മാഹി സൂപ്രണ്ട് ഓഫ് പോലീസ് ഡോക്ടർ വിനയകുമാർ ഘാഡ്ഗെ ഉദ്ഘാടനം ചെയ്തു. മാഹി സൂപ്രണ്ട് ഓഫ് പോലീസ് ഡോക്ടർ വിനയകുമാർ ഘാഡ്ഗെ ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ വോളിബോൾ കോച്ച് K ശിവദാസൻ അധ്യക്ഷനായി. ഡെപ്യൂട്ടി തഹസിൽദാർ മനോജ് വളവിൽ, കണ്ണൂർ ജില്ലാ സെബക്താക്രോ പ്രസിഡന്റ് അബ്ദുൾ അസീസ്, CV റെനിൽകുമാർ, അഡ്വക്കേറ്റ് P അശോക് കുമാർ, PR സലീം, ജോസ് ബേസിൽ ഡിക്രൂസ് എന്നിവർ സംസാരിച്ചു. PK ശ്രീരാഗ് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MC വരുൺ നന്ദിയും പറഞ്ഞു. ബീഹാറിൽ നിന്നും കേരളത്തിലെത്തിയ മാനസിക വെല്ലുവിളി നേരിടുന്ന 19-കാരനെ തേടി ഒടുവിൽ വീട്ടുകാരെത്തി. ബീഹാർ പാട്നയ്ക്കടുത്ത കാർണിയ ജില്ലയിലെ കർഷകനായ അബ്ദുൾ ഗഫാറിന്റെ മകൻ ബർക്കത്ത് ആലത്തെയാണ് രാവിലെ എരഞ്ഞോളിപ്പാലത്തിനടുത്ത ആഫ്റ്റർ കെയർ ഹോമിലെത്തിയ സഹോദരൻ ഇഹ്സാൻ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ബീഹാറിൽ നിന്നും വഴിതെറ്റിയെത്തിയ ബർക്കത്ത് മാസങ്ങളോളം കാസർകോട്ടെ ചിൽഡ്രൻസ് ഹോമിലായിരുന്നു. അവിടെ നിന്നും കഴിഞ്ഞ വർഷം ഒക്ടോബർ 3-ന് തലശ്ശേരിയിലെ ആഫ്റ്റർ കെയർ ഹോമിലേക്ക് മാറ്റി. ഇവിടെ ഒരു വർഷം തികയാനിരിക്കെയാണ് ബന്ധുക്കൾ എത്തിയത്. അധികം ആരോടും ഇടപഴകാൻ കൂട്ടാക്കാത്ത ബർക്കത്ത് ആലം കൂടുതൽ സംസാരിക്കാത്ത സ്വഭാവക്കാരനായിരുന്നു. മിസ്സിംഗ് ഗ്രൂപ്പിലേക്ക് വന്ന ഡൽഹി സ്വദേശിയായ അഫ്സാർ അഹമ്മദ് ഖാനാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ രാജസ്ഥാനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ആഷിഖ് ഹുസൈൻ വഴി ബർക്കത്തിന്റെ ബന്ധുക്കളെ കണ്ടെത്തിയത്. തലശ്ശേരി ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് OK മുഹമ്മദ് അഷ്റഫ് മിസ്സിംഗ് പേഴ്സൺ കേരള വാട്സപ്പ് ഗ്രൂപ്പ് വഴി നടത്തിയ ഇടപെടലിലാണ് ബർക്കത്തിന് ബന്ധുക്കളെ തിരികെ കിട്ടിയത്. ഇവിടെ ഒരു വർഷമായി തലശ്ശേരി ആഫ്റ്റർ കെയർ ഹോമിൽ താമസിച്ചു വരുന്ന കുട്ടിയാണ് ബർക്കത്ത്. ഇവൻ മുമ്പ് 6 മാസത്തോളം കാസർഗോഡ് ചിൽഡ്രൻസ് ഹോമിൽ അന്തേവാസിയായിട്ടുണ്ടായിരുന്നു.
ഇവൻ്റെ രക്ഷിതാക്കളെ കിട്ടാത്ത കാരണമാണ് അത് കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ കണ്ടെത്താൻ ഞങ്ങൾ 1 വർഷമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി മിസ്സിംഗ് പേഴ്സൺ കേരള ഗ്രൂപ്പുമായിട്ട് ഞാൻ തന്നെ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. അതുവഴി ശ്രമം നടത്തി വരികയായിരുന്നു. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായി ഇവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തിയപ്പോൾ ബീഹാറിൽ ഒരു കുട്ടി മിസ്സായതായിട്ട് നമുക്ക് വിവരം കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട് ഇവൻ്റെ പാരൻസിനെ കണ്ടെത്തുകയായിരുന്നു. അവർ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഉടനെ ഇങ്ങോട്ടെത്തുകയും കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നതിന് വേണ്ടി അവൻ്റെ ജ്യേഷ്ഠനായ സഹോദരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. രേഖകൾ പരിശോധിച്ചു, വളരെ ക്ലിയറാണെന്ന് ബോധ്യമായി. മാത്രമല്ല അവൻ്റെ രക്ഷിതാക്കളെ അമ്മയൊക്കെ വീഡിയോ കോൾ ചെയ്തു. വീണ്ടും അവർ രക്ഷിതാക്കൾ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. അങ്ങനെ കുട്ടിയെ അവർക്ക് കൈമാറാനുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഗാന്ധി അനുസ്മരണ ദിനത്തിൽ തലശ്ശേരി താലൂക്ക് നാഷണൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ അംഗത്വ ക്യാമ്പയിനും അനുമോദനവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KP സാജു ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി അനുസ്മരണ ദിനത്തിൽ തലശ്ശേരി താലൂക്ക് നാഷണൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച അംഗത്വ ക്യാമ്പയിനും അനുമോദനവും DCC ജനറൽ സെക്രട്ടറി KP സാജു ഉദ്ഘാടനം ചെയ്തു. യൂറോപ്യൻ ശക്തികൾ വലിയ തരത്തിൽ അവിടെ അടിമത്ത സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ ആ രാജ്യങ്ങളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയപ്പോ അതിനെതിരായുള്ള പോരാട്ടങ്ങൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെ നടന്നത് ഹിംസാത്മകമായ സ്വാതന്ത്ര്യ സമരമായിരുന്നുവെങ്കിൽ അഹിംസയിലൂടെ ഒരു സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ട് എങ്കിൽ അത്ഭുതകരമായ ആ സ്വാതന്ത്ര്യ സമരം നടന്ന നാട് നമ്മുടേതാണ്. അത് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിയാണ്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് വിജയദശമി ദിനമാണ്. വിജയദശമി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധ സ്ഥലങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടിയാണ് ഈ ദിവസം ആചരിക്കുന്നത്. അത് ഉത്തരേന്ത്യയിലാണെങ്കിൽ ദസറയാണ്, ബംഗാളിലാണെങ്കിൽ കാളി പൂജയാണ്. ഇതൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായ ഐതിഹ്യങ്ങളുടെ അല്ലെങ്കിൽ കഥകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട്. യൂണിയൻ ജനറൽ സെക്രട്ടറി NK രാജീവ് അധ്യക്ഷനായി. പ്രസിഡന്റ് P ജനാർദ്ദനൻ ഉപഹാര സമർപ്പണം നടത്തി. കോൺഗ്രസ് തലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ N മോഹനൻ, KE പവിത്രരാജ്, M നസീർ, U സിയാദ്, K രമേശൻ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ KK അർച്ചിത, C നന്ദന എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. N അജിത് കുമാർ സ്വാഗതവും TA രാമദാസ് നന്ദിയും പറഞ്ഞു. ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് കടന്നുപോയ വഴികളിൽ പ്രകാശം പരത്തിയ നേതാവായിരുന്നു CH മുഹമ്മദ് കോയ എന്ന് മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ VK ബീരാൻ. തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ സംഘടിപ്പിച്ച CH മുഹമ്മദ് കോയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയോടെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നതിൽ CH നടത്തിയ പോരാട്ടം ന്യൂനപക്ഷ രാഷ്ട്രീയ ചരിത്രത്തിൽ സംഭവ ബഹുലമാണെന്നും VK ബീരാൻ പറഞ്ഞു. CHന്റെ പ്രതാപവും CHന്റെ പാർലമെന്ററി പ്രവർത്തനവും വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള പ്രവർത്തനം എന്ത് മഹത്തായ എന്ത് അത്ഭുതകരമായ പ്രവർത്തനമായിരുന്നു. 67 അധികാരത്തിൽ വരുമ്പോൾ നോക്കുമ്പോൾ കേരളത്തിൽ അന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാവുന്നത്. 67 അന്ന് നോക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലാകെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്തതുകൊണ്ട് പഠിക്കാൻ ഏത് സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കും കഴിയുന്നില്ലായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ഒട്ടും വൈകാതെ തന്നെ 67 ചാർജ് എടുത്ത് 1-2 മാസങ്ങൾക്കുള്ളിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് പറഞ്ഞു, വിദ്യാഭ്യാസ നിയമത്തിലെ വകുപ്പുകളനുസരിച്ച് ഉടൻ തന്നെ ഒരു സർവേ നടത്തണം, വിദ്യാഭ്യാസ സർവേ നടത്തണം. ഈ കേരളത്തിലാകെ ഉടൻ 2 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളൊക്കെ വിഷമിച്ചു. കാരണം വിദ്യാഭ്യാസ വകുപ്പിന് അത്ര വലിയ സാങ്കേതികമായ ഇന്നത്തെ മാതിരി ഒരു ഉപകരണങ്ങളുമില്ലല്ലോ. അന്ന് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഈ ഉത്തരവ് അദ്ദേഹം രാവും പകലും പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ ബന്ധം മുഴുവൻ പ്രവർത്തിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ടില്
കേരളത്തിലുള്ള വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ, വിദ്യാലയങ്ങളില്ലാത്ത സ്ഥലങ്ങളെല്ലാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായിരുന്നു. അതായത് എത്ര നിങ്ങൾ 67 അത് പരിശോധിച്ചാൽ മതി. കേരളീയ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന്റെ 7.5 പതിറ്റാണ്ട് എന്ന വിഷയം പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ഡയറക്ടർ PA റഷീദ് അവതരിപ്പിച്ചു. ഈ നവോത്ഥാനം എന്ന് പറയുമ്പോൾ നമ്മളൊരു സംഗതി മനസ്സിലാക്കും. ഞാൻ വിശദമായിട്ട് പറയില്ല. മുസ്ലിം നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഈ അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും നവോത്ഥാനം. അയ്യങ്കാളി എന്ന് പറഞ്ഞാൽ അവിടെ പുലയന്മാർക്ക് ഒരുപാട് സംഗതികൾ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ആ കർഷക തൊഴിലാളിക്ക് വേണ്ടി ഒരു സമരമാണ് അദ്ദേഹം നടത്തിയത്. അതാണ് അയ്യങ്കാളിയുടെ സമരം. ശ്രീനാരായണ ഗുരുവിന്റെ സമരം എന്ന് പറഞ്ഞാൽ കൊട്ടി എന്ന് വിളിക്കവരെ ഇഴവരെ ആ ഭാഗത്ത് കൊട്ടി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന ഒരു വർഗത്തിന് അദ്വൈതം, ശ്രീശങ്കരന്റെ അദ്വൈതം നൽകി എന്നുള്ളതാണ്. അതിലൂടെ ഒരു സ്വാമിക്കായിട്ട് ഒരു പ്രത്യേകമായ സംഗതികൾ ഉണ്ടാക്കി. അങ്ങനെ അതല്ല മുസ്ലിം നവോത്ഥാനം. മുസ്ലിം നവോത്ഥാനം എന്ന് പറയുന്നത് ആധുനിക വിദ്യാഭ്യാസവുമായിട്ട് നമ്മുടെ സമൂഹത്തെ സമരസപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം പുതിയ വിദ്യാഭ്യാസ രീതിയൊന്നും നമ്മുടെ പഴയ കാലങ്ങളൊന്നും പകലെ പുതിയ അത് ആദ്യത്തെ ഒരു കോൺഫറൻസ് നടന്ന സ്ഥലമാണ് തലശ്ശേരി. ലോക മുസ്ലിമുകളുടെ കാര്യത്തിൽ നടന്നത് ഈജിപ്തിലാണ്. അവിടെയാണ് ഫ്രഞ്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയൊക്കെ ഭരണം ബന്ധപ്പെട്ടാണ്. അവിടെ നിന്നാണ് ഒരു മൂവ്മെന്റ്സ് ഉണ്ടാകുന്നത്. അവിടെയാണ് ഈ പിന്നെ എന്താണ് പറയുക പഴയ മുഹമ്മദ് അബ്ദു, പിന്നെ റഷീദ് റിദ എന്നൊക്കെ പറഞ്ഞാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ വക്കം അബ്ദുൽ ഖാദർ മുലിയൊക്കെ വരുന്നത്. അതുപോലെയുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. ഇവിടെ എത്രയോ മുമ്പ് നിങ്ങൾക്കറിയാം മാർബഡിക്ക് പിത്താൾ എന്ന് പറയുന്ന ട്രാൻസ്ലേറ്റർ ഒന്നാണ് സുബീർ സാഹിബ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് കഴിഞ്ഞിട്ട് തലശ്ശേരി വായിച്ചു നോക്കിയവരില്ല. പ്രസിഡന്റ് ഡോക്ടർ TP മുഹമ്മദ് അധ്യക്ഷനായി. TMA അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. എഞ്ചിനീയറിംഗ് പാസ്സായതാണ്. അതിന്റെ പിന്നെ മകൻ TMA ദുബായ് ചാപ്റ്റർ രക്ഷാധികാരിയും ദുബായ് KMCC സെക്രട്ടറിയുമായ PV റയീസ് മുസ്ലിം അസോസിയേഷൻ കുട്ടാമു സാഹിബ് ലൈബ്രറിക്ക് AC യൂണിറ്റ് കൈമാറ്റവും ചടങ്ങിൽ നടന്നു. അഡ്വക്കേറ്റ് TP സാജിദ്, അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, അഡ്വക്കേറ്റ് K ലത്തീഫ്, PV റയീസ്, KP മുഹമ്മദ് റഫീഖ്, CKP മുഹമ്മദ് റയീസ്, COT ഫൈസൽ, AP റഹീം എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ AP സുബൈർ സ്വാഗതവും AK ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. പാട്യം പഞ്ചായത്തിനെ സമ്പൂർണ്ണ വായനശാല പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ P സായിനാഥ് പാട്യം ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ പ്രഖ്യാപനം നടത്തി. സായിനാഥിനെ പഞ്ചായത്തിനെ നേതൃത്വത്തിൽ ഉദ്ഘാടന വേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം മുതിർന്ന മാധ്യമപ്രവർത്തകൻ P സായിനാഥ് നിർവഹിച്ചു. Research top universities have written to the government, to the Prime Minister, begging him not to do this because we will be destroying mathematics education in the country. Tata Institute. So you see how important it is to read books that actually exist, to read books that you can hold in your hand, to read books that you can learn from as generations have learned from. നിങ്ങൾ നോക്കൂ പുസ്തകങ്ങളെ കൈ. And historically it is that love of learning, that love of reading, it is one of the important factors that makes Kerala different from other societies. Through the 1930s, 40s, even late 1920s, as Kerala began to develop the culture of reading rooms, the Jenmi, the landlords of that time, attacked and burnt several of these
reading rooms, they burnt all the material inside. Why did they do that? Because their assessment was correct. That this was educating the illiterate. രാജ്യസഭാ MP ഡോക്ടർ ബി ശിവദാസൻ സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തി. ശ്രീധരൻ മാസ്റ്റർ സാംസ്കാരിക നിലയത്തിനുള്ള പുസ്തക വിതരണം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു. പാട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ അധ്യക്ഷയായി. റെയ്ഡ്കോ ചെയർമാൻ M സുരേന്ദ്രൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ, ലൈബ്രറി കൗൺസിൽ തലശ്ശേരി താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ, ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UP ശോഭ, പാട്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP പ്രദീപ് കുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സുജാത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ കോമത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P റോജ, വാർഡ് അംഗം KK സമീർ, MC രാഘവൻ മാസ്റ്റർ, A പ്രദീപൻ, PK ദിവാകരൻ, TK സജീവൻ, P പൂർണിമ, സുർജിത്, പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. K സുഗതൻ സ്വാഗതവും പാട്യം ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ M പ്രകാശൻ നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. പള്ളൂർ ശ്രീ വിനായക കലാക്ഷേത്രം പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ, ശാസ്ത്രീയ സംഗീതം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരായ അധ്യാപകരുടെ സേവനം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഒക്ടോബർ 2 രാവിലെ 10 മണിക്ക് പള്ളൂർ ഗണപതി വിലാസം സ്കൂളിൽ വെച്ച് ആരംഭിക്കുന്നു. ബന്ധപ്പെടുക 953981 986 9447 642330. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. മലയാള കലാഗ്രാമത്തിലെ നിലവിലുള്ള കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, സംഗീതം, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. വിദഗ്ധ അധ്യാപകർ, വിസിറ്റിംഗ് ഫാക്കൽറ്റി സേവനങ്ങൾ. ബന്ധപ്പെടേണ്ട നമ്പർ 049023329161, 7907361149, 9447646125.
Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിസിംഗ് റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിന്റെ ഭാഗമായി മെഗാ ക്ലീനിങ്ങും വിവിധ സ്ഥലങ്ങളിൽ ഡസ്റ്റ്ബിൻ സ്ഥാപിക്കൽ ചടങ്ങും നടന്നു. പുതിയ ബസ് സ്റ്റാൻഡ് അമർ ജവാൻ സ്മാരക മന്ദിരത്തിന് സമീപം നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധയിടങ്ങളിലായി 150ഓളം ഡസ്റ്റ്ബിനുകളാണ് സ്ഥാപിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം, പച്ചക്കറി മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ശുചീകരണം നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ധാരാളം പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ തലശ്ശേരി നഗരസഭ ഏറ്റെടുത്ത് നടത്തി കഴിഞ്ഞു. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനുഷ്യരുടെ മനോഭാവമാണ് ആദ്യം മാറേണ്ടത്. നമ്മളിരിക്കുന്ന വീടുകൾ നമ്മൾ എങ്ങനെ വൃത്തിയാക്കുന്നുണ്ടോ അത്തരത്തിൽ തന്നെ നമ്മൾ പട്ടണവും വൃത്തിയായിരിക്കണം എന്നുള്ള ഒരു സാമൂഹ്യ ബോധം ജനങ്ങളുടെ ഇടയിൽ എന്ന് വരുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ നഗരം ശരിയായ രീതിയിൽ ശുചീകരണ ലക്ഷ്യത്തിലുള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അജൈവ മാലിന്യങ്ങളൊക്കെ നമ്മുടെ ഹരിത സേനാംഗങ്ങൾ അവരിൽ അർപ്പിതമായ കടമകൾ പരിപൂർണമായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 2 ബിന്നുകൾ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം നിക്ഷേപിക്കാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റാതെ കടലാസുകളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളും 2ആയി വേർതിരിച്ചുകൊണ്ട് അതിലേക്ക് ഇടുക. നമ്മൾ അങ്ങനെ ഒരു ശീലത്തിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. രോഗമുക്തമാക്കാനും അതുപോലെ തന്നെ ചെയ്യാനും ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ആരോഗ്യ വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്നുണ്ടെങ്കിൽ കൂടി പുതിയ ആവിർഭാവം ഈ കാലയളവിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ട്. വൈസ് ചെയർമാൻ MB ജയരാജൻ അധ്യക്ഷനായി. ക്ലീൻ സിറ്റി മാനേജർ സുരേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C സോമൻ, ഷബാന ഷാനവാസ്, കൗൺസിലർമാരായ MA സുധീഷ്, T രാഘവൻ, കേരള ഹോട്ട്ലൈൻ റെസ്റ്റോറന്റ് അസോസിയേഷൻ സെക്രട്ടറി അച്യുതൻ ബിനാക്ക തുടങ്ങിയവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ, കുഞ്ഞിക്കണ്ണൻ, സൂരജ്, ദിനേശ്, വീണ, പ്രദീപ്, മുനീർ, സുനിൽ, രമ്യ, ജോഷി, ലിജശ്രീ എന്നിവർ നേതൃത്വം നൽകി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK സാഹിറ സ്വാഗതവും നഗരസഭാ സെക്രട്ടറി സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. കൗൺസിലർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, നഗരസഭ ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ, വ്യാപാരികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കെടുത്തു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കരിയിൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു. PC ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കരിയിൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു. വൈസ് പ്രസിഡന്റ് ലാസർ പതാക ഉയർത്തി. PC ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 80 കഴിഞ്ഞ വയോധികരെ ആദരിച്ചു. അംഗങ്ങൾക്ക് ബെഡ്ഷീറ്റ് വിതരണവും നടന്നു. ശാന്തമ്മ ടീച്ചർ, അഡ്വക്കേറ്റ് സതീഷ് ബാബു എന്നിവർ സംസാരിച്ചു.
സെക്രട്ടറി കെ രാഘവൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കൊല്ലനാണ്ടി ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. ഇരിക്കുന്നവരെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ളവർ, ആകെ വല്ലാണ്ട് കഷ്ടത അനുഭവിക്കുന്ന, പ്രായാധിക്യം കൊണ്ട് മാനസികമായി തളർന്നിരിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് പോയി. അങ്ങനെ ഞാൻ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഞാൻ യുവാവാണ്, ഒരു സംശയമില്ല. ഇല്ല, ഞാനിപ്പോൾ ബുള്ളറ്റ് എടുത്തിട്ടാണ് വന്നത്. എന്താ പറയുക, എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞത് അതൊന്നും എടുക്കണ്ടാണ്, അതൊന്നും എടുക്കണം. ഞാൻ പറയും ഇന്നൊരു വയോജനത്തിൻ്റെ പരിപാടിയില്ല, ഞാൻ ബുള്ളറ്റ് എടുത്ത് പോകുന്നത്. അങ്ങനെ ഞാൻ സാധാരണ എടുക്കുന്ന ഒരു സൈക്കിളുണ്ട്, അതവിടെ മാറ്റി വെച്ച് ഇന്ന് ബുള്ളറ്റ് എടുത്ത് നിങ്ങൾ കാണേണ്ട വെച്ച് ഞാൻ എടുത്തു വന്നത്. നിങ്ങൾ ആരും നോക്കിയിട്ടില്ല, അതായത് സംഭവം സങ്കടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നതായി വേറെ ഒന്നും ഉണ്ടായില്ല, അത് എൻ്റെ ഒരു അഹന്തയാന്ന് കുട്ടിയാവും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന ജനബോധന യാത്ര വിളക്കോട്ടൂരിൽ നടന്നു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ കാട്ടൂർ മഹ്മൂദ് ഉദ്ഘാടനം ചെയ്തു. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനബോധന പദയാത്ര ജാഥ ക്യാപ്റ്റൻ ഇസ്മായിൽ ചാമാളിക്ക് പതാക നൽകി കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ കാട്ടൂർ മഹ്മൂദ് ഉദ്ഘാടനം ചെയ്തു. ഒരു മൊട്ടുസൂചി പോലും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ലാതിരുന്ന ഇന്ത്യ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ട ആളുകൾ, പാവപ്പെട്ടവരുടെ പറുദീസയായിരുന്ന ഇന്ത്യ, ആ ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളുടെ ഉത്തുംഗ ശൃംഖലകളിലേക്ക് കൈപിടിച്ചുയർത്താൻ രാഷ്ട്രശില്പികളായ ബഹുമാന്യരായ നേതാക്കന്മാർക്ക് സാധ്യമായിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ തുടങ്ങി അവസാനമായി ഡോക്ടർ മൻമോഹൻ സിംഗിൽ അവസാനിക്കുമ്പോഴും നമ്മൾ കണ്ടത് രാജ്യം ദ്രുതഗതിയിൽ മുന്നോട്ട് ഗമിക്കുന്നതാണ്. എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യം എത്രമാത്രം പിറകോട്ട് പോയി എന്നത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംഭരിച്ചു വെച്ച എല്ലാ സമ്പാദ്യവും രാജ്യത്ത് വിറ്റ് തുലക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തൊഴിലില്ലാത്ത ആളുകളുടെ അംഗസംഖ്യ ദിനേന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തൊഴിൽ നൽകാൻ നമ്മുടെ സർക്കാരിന് സാധ്യമല്ലാത്തൊരു സാഹചര്യം സംജാതമാകുന്നു. വിളക്കോട്ടൂർ ശാഖ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അടിയോട്ടിൽ അബ്ദുള്ള അധ്യക്ഷനായി. ഗഫൂർ മൂലശ്ശേരി, CK മുഹമ്മദ് അലി, അബ്ദുള്ള പാലേരി, പ്രൊഫസർ N കുഞ്ഞമ്മദ്, ഷബീർ എടയന്നൂർ, മുഹമ്മദ് പൂന്തോട്ടം എന്നിവർ സംസാരിച്ചു. പദയാത്രയ്ക്ക് അബ്ദുള്ള പാലേരി, നാസർ പുത്തലത്ത്, ജമാൽ അനിയാട്ട്, ഇസ്മയിൽ നല്ലൂർ, യൂസഫ് പുതിയാടം, PVK ഹാരിസ്, കോയമ്പ്രത്ത് ഇസ്മയിൽ മാസ്റ്റർ, സമീർ പറമ്പത്ത്, PK അലി, യൂനിസ് പട്ടാടം, നൌഫൽ പനോൾ എന്നിവർ നേതൃത്വം നൽകി. പിണറായി സർക്കാർ അധികാര കസേരയിലുള്ള രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തി തന്റെ കുടുംബങ്ങളിൽ ഏറ്റവും മികച്ച ഹൗസിംഗ് സഹകരണ സംഘങ്ങൾക്കുള്ള ഹൗസ് ഫെഡ് സംസ്ഥാന പുരസ്കാരം കതിരൂർ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിക്ക്. തുടർച്ചയായ 19ാം തവണയാണ് സൊസൈറ്റിക്ക് അവാർഡ് ലഭിക്കുന്നതെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 207 സഹകരണ സംഘങ്ങളുണ്ട്, ഹൗസിംഗ് സഹകരണ സംഘം 207 കതിരൂർ കോപ്പറേറ്റീവ് ഹൗസിംഗ് സഹകരണ സംഘം. ഹൗസിംഗ് ഫെഡറേഷൻ ഏറ്റവും നല്ല സഹകരണ സംഘങ്ങളെ ഹൗസിംഗ് സഹകരണ സംഘങ്ങൾ തെരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയായി 19 തവണ എതിരാളികളില്ലാത്തൊരു സംഘമായി കതിരൂർ സഹകരണ സംഘം മാറുകയാണ്. ഒരു വീട് വെക്കാൻ പ്രയാസപ്പെടുന്ന മനുഷ്യന് അതിൻ്റെ പേപ്പർ വർക്ക് വളരെ പ്രധാനമാണ്. കുടിക്കണം,
മറ്റു വർക്കുകൾ, പ്ലാന്, എസ്റ്റിമേറ്റ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് വളരെ പ്രധാനമാണ്. സാധാരണ നിലയിൽ പ്ലാൻ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നിലവിൽ പല സംവിധാനങ്ങളും 5000 രൂപ വരെ വാങ്ങുന്നുണ്ട് എന്നാണ് ഞങ്ങളെ അറിവ്. ഞങ്ങൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ 1000 രൂപയിൽ താഴെ പ്ലാൻ എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ വായ്പാ രംഗത്ത് നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് 118 ഭവനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വായ്പ 2024-25 വർഷത്തിൽ എന്ന് പറഞ്ഞാൽ ഈ അവാർഡ് ലഭ്യമായ വർഷത്തിൽ 9 കോടി രൂപ വായ്പ നൽകിയിട്ടുണ്ട്. തുടർച്ചയായ 19ാം വർഷമാണ് സംസ്ഥാനതല അംഗീകാരം സ്വന്തമാക്കുന്നതെന്ന് പ്രസിഡന്റ് എ വാസവും സെക്രട്ടറി കെ ലൈജുമോളും പറഞ്ഞു. നടപ്പുവർഷം 118 വീടുകൾക്കായി 9 കോടി രൂപയോളം വായ്പ നൽകിയിട്ടുണ്ട്. 1975 സൊസൈറ്റി ആരംഭിച്ചത്. ചുരുങ്ങിയ ചെലവിൽ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി ഭവന വായ്പയ്ക്ക് എത്തുന്നവരെ എല്ലാ അർത്ഥത്തിലും സൊസൈറ്റി സഹായിക്കുന്നുണ്ട്. വായ്പ എടുക്കുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നുണ്ട്. 50 വർഷക്കാലവും സഹകരണ മേഖലയിൽ വൈവിധ്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും 50 വർഷക്കാലവും ഞങ്ങളുടെ തനത് പ്രവർത്തനമായ ഹൗസിംഗ് ലോൺ എന്ന സാധാരണക്കാർക്ക് വീട് എന്ന സങ്കല്പം അല്ലെങ്കിൽ ഭവനരഹിത കേരളം എന്ന സങ്കല്പത്തിലേക്ക് ഞങ്ങളും ഒരു ഭാഗവാക്കായി മാറുകയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലളിതവും വേഗതയേറിയതുമായ ലോൺ പ്രോസസ്സിംഗ് സംവിധാനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ലോണ് അപേക്ഷയോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ലോണിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പിന്നെ ലോണ് കൃത്യമായി അടക്കുന്നവർക്ക് പലിശയുടെ 5% ഇളവ് നൽകുക, അതുപോലെ തന്നെ ലോൺ എടുത്ത വരുമാനമുള്ള ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ലോണ് തിരിച്ചടക്കേണ്ടതില്ല, സൗജന്യ ഇൻഷുറൻസ് ആണ്. ആ ഒരു സംവിധാനവും ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ ഹൗസിംഗ് സഹകരണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഭരണസമിതി അംഗങ്ങളായ കെ ഷാജിമോൻ, ഒ രമേശൻ, പി പവിത്രൻ, ഷിജ കരൈ, എ ഗീത, സി കെ റിജി എന്നിവരും പങ്കെടുത്തു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ഗാന്ധി ജയന്തി ദിനത്തിൽ തലശ്ശേരി കോർണർവയൽ ക്രിക്കറ്റ് സ്റ്റേഡിയവും പരിസരവും ശുചീകരിച്ചു. ജില്ലാ താരങ്ങൾ, പരിശീലകർ, അസോസിയേഷൻ ഭാരവാഹികൾ, രക്ഷിതാക്കൾ, ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റാഫുകൾ എന്നിവർ പങ്കുചേർന്നു. കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ഗാന്ധി ജയന്തി ദിനത്തിൽ തലശ്ശേരി കോർണർവയൽ ക്രിക്കറ്റ് സ്റ്റേഡിയവും പരിസരവും ശുചീകരിച്ചു. ജില്ലാ താരങ്ങൾ, പരിശീലകർ, അസോസിയേഷൻ ഭാരവാഹികൾ, രക്ഷിതാക്കൾ, ക്രിക്കറ്റ് അസോസിയേഷൻ ജീവനക്കാർ എന്നിവർ പങ്കുചേർന്നു. ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് A. അഭിമന്യു ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി T. കൃഷ്ണരാജു, ഭാരവാഹികളായ P. സതീശൻ, AK സക്കരിയ, അക്ബർ നടേമൽ, K. ജിതേഷ്, പരിശീലകരായ OV മസർ മൊയ്തു, ഡിജുദാസ്, സ്റ്റേഡിയം മാനേജർ G. സുരേഷ് കുമാർ, വൈശാഖ് ബാലൻ, മുഹമ്മദ് സാഹിർ, അശ്വിൻ സുദേശ്, സുബിൻ സുധാകരൻ എന്നിവർ നേതൃത്വം നൽകി. എരുവട്ടി കോഴൂരിലെ സായം പ്രഭ ഹോമിന്റെ നേതൃത്വത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ, എരുവട്ടി വെസ്റ്റ് വില്ലേജ് എന്നിവയുമായി ചേർന്ന് വയോജന ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതിനപ്പുറത്ത് നേരത്തെ കസ്റ്റമർ സൂചിപ്പിച്ചതുപോലെ പ്രായമായ ആളുകൾക്ക് ഇവിടെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നടത്താൻ പാകത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പ്രായമായ ആളുകൾ വിവിധങ്ങളായ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കാറുമുണ്ട്. ആ നിലയിൽ നമ്മൾ പ്രായമായ ആളുകളെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ മാതൃകാപരമായി തന്നെയാണ് സായം പ്രഭ ഹോം പ്രവർത്തിക്കുന്നത്. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം പനോളി വത്സൻ അധ്യക്ഷനായി. വയോജന സംരക്ഷണ നിയമത്തിന്റെയും വയോജന കമ്മീഷന്റെയും പ്രസക്തി എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് K. ശാന്തിനി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചടങ്ങിൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ K. അജിത് കുമാർ സായം പ്രഭ ഹോമിലെ സന്ദർശകരായ 80 വയസ്സ് തികഞ്ഞ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T. നിസാർ അഹമ്മദ്, K. ഹംസ, K. ജയദേവൻ, K. V. പവിത്രൻ, K. P. ചന്ദ്രൻ, K. ഷാജി, K. P. ഷൈന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കണ്ണുംവെള്ളി ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയം AKG മന്ദിരം കണ്ണുംവെള്ളിയുടെ ആഭിമുഖ്യത്തിൽ വയോജന ദിനത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. റിട്ടയർഡ് ഡയറ്റ് ലെക്ചറർ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണംവെള്ളി ഫ്രണ്ട്സ് വായനശാല ഗ്രന്ഥാലയം AKG മന്ദിരം കണ്ണംവെള്ളിയുടെ ആഭിമുഖ്യത്തിൽ വയോജന ദിനത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. റിട്ടയർഡ് ഡയറ്റ് ലെക്ചറർ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രണ്ടാമത്തെ വായിക്കാൻ നമ്മൾ കൊണ്ട് പറയാറില്ലേ, വയസ്സന്മാർക്കൊന്നും പറയില്ലേ, ചെറുപ്പക്കാരെ കളിയായിരുന്നു ചെറിയ കുട്ടികളെ. എനിക്ക് വയസ്സായി പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. 40 വയസ്സ് 55 ആയൊക്കെ പോകാനായി ചിന്തിക്കാനേ പാടില്ല. പോകാൻ പോകാൻ ഈ മരണത്തെ പേടിക്കുന്ന പാടാണ്. ഈ മരണം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ണാടിക്കൂട്ടിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബന്ധുക്കളെ, സ്വന്തക്കാരെ, സുഹൃത്തുക്കളെ എല്ലാവരും ഇങ്ങനെ കാണുകയും ഒന്നും സംസാരിക്കാനോ തൊടാനോ പറ്റാത്ത ഒരവസ്ഥയാണ് മരണമെങ്കിൽ ഇവിടെ സങ്കടം കാര്യമാണ് അല്ലേ? ഇതങ്ങനെയല്ല. ഇപ്പൊ ഞാൻ മരിച്ചു എനിക്ക് പോലും പറയാൻ പറ്റില്ല. ഗ്യാസിന്റെ അടുപ്പിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ അറിയാൻ മരിച്ചാൽ പിന്നെ നമ്മൾ മരിക്കാൻ എനിക്ക് പഠിക്കുന്നു. മാത്രമല്ല ഇത്രയും കാലം നമ്മൾ ജീവിച്ചു. ഈ ജീവിച്ചതിന് ശേഷം ഇപ്പൊ നമുക്ക് ചില നിരാശകളുണ്ട്. 90 വയസ്സൊക്കെ ആളായവരുണ്ടെങ്കിൽ നിരാശം പറയാൻ എനിക്ക് വേണ്ടത്ര നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ജീവിതത്തെ. പാനൂർ നഗരസഭാ കൗൺസിലർ ഷീബ കണ്ണമ്പ്രത്ത് അധ്യക്ഷയായി. വായനശാല സെക്രട്ടറി G. മുകുന്ദൻ സ്വാഗതം പറഞ്ഞു. റിട്ടയർഡ് AEO രാജൻ കക്കാടൻ, വനിതാവേദി കൺവീനർ രജിന കനവത്ത്, ബാലവേദി കൺവീനർ വേദിക രഞ്ജിത്ത്, വയോജനവേദി കൺവീനർ KK വിജയൻ, K. കുമാരൻ, ശാരദ കാട്ടിൻഡൌട തുടങ്ങിയവർ സംസാരിച്ചു.
ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിൽ സേവനവാരത്തിന് തുടക്കമായി. മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് കണ്ണൂർ താഴെത്തെരുവ് റോഡ് ശുചീകരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ കണ്ണൂർ സേവനവാരം പ്രഖ്യാപിച്ചു. സേവനവാരത്തോടനുബന്ധിച്ച് സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലും ഫാമിലി വെഡ്ഡിംഗ് സെന്റർ പങ്കാളിത്തം ഉറപ്പിക്കുകയാണ്. മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് കണ്ണൂർ താഴെത്തെരുവ് റോഡിടങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ഷോറൂം മാനേജർ അഭിജിത്ത്, ഓപ്പറേഷൻ മാനേജറായ ജിതിൻ രാജ്, നിസാർ, ഇർഷാദ് അഷ്കർ, ബാസിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. കേരളത്തിൽ വളരെയധികം നമ്മൾ കണ്ണൂർ ജില്ലയിൽ തന്നെ നമുക്കറിയാം വളരെ പ്രശ്നം അനുഭവിക്കുന്ന ഒരു സംഭവമാണ് വേസ്റ്റേജ്. അപ്പോൾ നമ്മൾ പ്രദേശം നന്നായാൽ സമൂഹം നന്നാവുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ഇങ്ങനത്തെ ക്ലീനിങ് പ്രോസസ്സായിട്ട് മുന്നോട്ട് പോയാൽ സമൂഹത്തിന് നന്നായിരിക്കും. ഇപ്പോഴത്തെ യുവാക്കളൊക്കെ ലഹരിക്കും അതിലൊക്കെ ഇതിൽ പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനത്തെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് വെച്ചാൽ നല്ല സമൂഹത്തിനോട് നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ദിവസം ഫാമിലി വെഡ്ഡിംഗ് സെൻറ്റർ ക്ലീനിങ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനിയും ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഫാമിലി വെഡ്ഡിംഗ് സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് തലശ്ശേരി മുസ്ലിം ജമാഅത്ത് UAE ചാപ്റ്ററിന്റെ 8ാമത് എഡിഷൻ ത്വയ്ബ മീലാദ് സംഗമം സമാപിച്ചു. ദുബൈ അൽ ഖിസൈസ് ക്രസന്റ് സ്കൂളിലാണ് പരിപാടി നടന്നത്. നിരവധി സാദാത്തുകളും സംഘടനാ സ്ഥാപന നേതാക്കളും മത സാംസ്കാരിക വ്യവസായ രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ സംബന്ധിച്ചു. വൈകിട്ട് 7 മണിക്ക് മൗലീദ് പാരായണത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. ജാമിയ സദിയ UAE നാഷണൽ പ്രസിഡന്റ് സയ്യിദ് താഹ ബഗവി തങ്ങളുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് ത്വാഹ തങ്ങൾ പൂക്കോട്ടൂർ, ഷഹീൻ ബാബു താനൂർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവാചക പ്രകീർത്തന സദസ്സ് നടന്നു. അൽ റാഹി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ തൻവീർ താജുദ്ദീൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പ്രഭാഷകൻ അബ്ദുൾ വഹാബ് നൌമി കൊല്ലം മുത്തുനബി കാരുണ്യത്തിന്റെ കാവലാൾ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. റയീസ് ഇല്ലിക്കൽ സ്വാഗതം പറഞ്ഞു. യൂനുസ് വേറ്റുമൽ ആമുഖ ഭാഷണം നടത്തി. ICF ദുബായ് റീജിയൻ പ്രസിഡന്റ് അബ്ദുൽ സലാം സഖാഫി സംസാരിച്ചു. സമാപന പ്രാർത്ഥനയ്ക്ക് കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ നേതൃത്വം നൽകി. ജംഷീദ് തലശ്ശേരി നന്ദി പറഞ്ഞു. أنار القمر في طه الحبيب كمثل القمر أريد الشراب وخير الثواب فيوم الحساب به أفتخر. കാർഷിക ആവശ്യത്തിന് അനുയോജ്യമായ ജൈവവളങ്ങളുടെയും വിത്തുകളുടെയും ഫലവൃക്ഷ തൈകളുടെയും അപൂർവ ശേഖരവുമായി നെക്സ് ആഗ്രോ മിൽസ് പൂക്കോട് നരവൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നെക്സ് ആഗ്രോ മിൽസ് പൂക്കോട് നരവൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് ഫ്രാൻസിസ് KT ആദ്യ വിൽപ്പനയും മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ K രതീശൻ, മാനേജിംഗ് പാർട്ണർ KP ജയരാജ്, എക്സിക്യൂട്ടീവ് അംഗം TP സജീവ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. എല്ലാ കൃഷിക്കും അനുയോജ്യമായ ജൈവവളങ്ങൾ, വിത്തുകൾ, ഫലവൃക്ഷ തൈകൾ, കുടിവെള്ളം, ശുദ്ധീകരിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്നിവ ഇവിടെ ലഭ്യമാകും. സൗജന്യമായി മണ്ണ് പരിശോധിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. KP മോഹൻ MLAയ്ക്ക് നേരെ പ്രതിഷേധം, കയ്യേറ്റത്തിൽ കേസെടുത്ത് ചൊക്ലി പോലീസ്. കണ്ടാലറിയാവുന്ന 10 പേരടക്കം 25 പേർക്കെതിരെയാണ് കേസ്. തലശ്ശേരി നഗരസഭാ പരിധിയിലെ 81 അംഗൻവാടികളിലേക്ക് സൗണ്ട് സിസ്റ്റം വാങ്ങിയത് ബന്ധപ്പെട്ട സംവിധാനത്തിന്റെ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചാണെന്ന് നഗരസഭാ ഭരണപക്ഷാംഗങ്ങൾ. ഇത് സംബന്ധിച്ച് BJP ഉന്നയിക്കുന്ന അഴിമതി ആരോപണം തീർത്തും അടിസ്ഥാനരഹിതവും തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ രാഷ്ട്രീയ പ്രേരിത ആക്ഷേപമാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. തലശ്ശേരി ഇല്ലിക്കുന്നിലെ ഗുണ്ടട്ട് മ്യൂസിയത്തിൽ ആ അക്ഷരങ്ങളുടെ ഉത്സവം സംഘടിപ്പിച്ചു. ബീഹാറിൽ നിന്നും കേരളത്തിലെത്തിയ മാനസിക വെല്ലുവിളി നേരിടുന്ന 19-കാരനെ തേടി ഒടുവിൽ വീട്ടുകാരെത്തി. ബീഹാർ പാട്നക്കടുത്ത കർണിയ ജില്ലയിലെ കർഷകനായ അബ്ദുൾ ഗഫാറിന്റെ മകൻ ബർക്കത്ത് ആലത്തിയാണ് വീട്ടുകാരെത്തി തിരികെ കൊണ്ടുപോയത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.